വിനോദ് ഗത്തേൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പൊന്നാനിയിലെ ഹാർബറിൻ്റെ എൻട്രൻസ് ആണ്. ഇത് പുതുതായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നടന്നു പോകാൻ 10 രൂപയും പിന്നെ 2 വീലർ 4 വീലർ ഇതിനൊക്കെ ഇവിടെ പൈസ കൊടുക്കണം. ഇപ്പോൾ പഴയ പോലെയല്ല. ഹാർബറിൻ്റെ എൻട്രൻസിലെ സൈഡിൽ കാണുന്ന ഈ ഗ്രൗണ്ടിലാണ് പൊന്നാനി RTOൻ്റെ ഡ്രൈവ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലം കേട്ടോ. ഈ ഗ്രൗണ്ടിലാണ് 4 വീലറിൻ്റെ എച്ചിടലും 2 വീലറിൻ്റെ എട്ടിടലൊക്കെ നടക്കുന്നത്. തൊട്ടപ്പുറത്തെ റോഡുണ്ട്, ആ റൂട്ടിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുക. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഇത് കാണാതിരിക്കുന്നവരാണ്. ഹാർബറിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വലിയ തിരക്ക് തന്നെ കാണപ്പെടും കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ ഇവിടുന്ന് മീൻ കയറ്റി പോകുന്ന സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഒരുപാട് മീൻ വണ്ടികൾ, വലിയ ലോറികൾ, ഓട്ടോറിക്ഷകൾ ഇതൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നത് കാണാം. ഈ ബോട്ടുകളൊക്കെ മീൻ പിടിക്കാൻ പോയി വന്ന ബോട്ടുകളാണ്. ഇവിടെ ഇതിൽ നിന്നും മീൻ ഇറക്കിയിട്ട് പല കൊട്ടകളിലാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഈ ചെറിയ വഞ്ചികളിലൊക്കെ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നുണ്ട്. ഈ ചെറിയ ചെറിയ വഞ്ചികളിൽ പിടിച്ചു കൊടുക്കുന്ന മീനൊക്കെ അപ്പം തന്നെ അവിടെ വെച്ച് ലേലം വിളിച്ച് വെക്കുന്നതാണ് ഈ കാണുന്നത്. മത്തി ലേലം വിളിച്ചുണ്ടോ? ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അതിലൊരാൾ എന്നോട് പറഞ്ഞതാണ് കേട്ടോ, നെറ്റിൽ വിടല്ലേ, അതായത് സോഷ്യൽ മീഡിയകളിൽ ലൈവ് വിടല്ലേ എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ ഈ വീഡിയോ എടുത്ത അന്നത്തെ ദിവസം ചാളയുടെ ചാകരയായിരുന്നു, അതായത് മത്തിയുടെ ചാകരയായിരുന്നു. ചില സ്ഥലങ്ങൾക്ക് മത്തി എന്ന് പറയും, ചിലർക്ക് ചാള എന്നൊക്കെ പറയും. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ചാകരയായിരുന്നു. അപ്പോൾ അവർക്ക് ഈ മീൻ വില കുറയും, അതുകൊണ്ടാണ് അവർ നെറ്റിലൊന്നും വിടല്ലേ എന്ന് പറഞ്ഞത്. പിടക്കണ മത്തി, ഇതാ പിടക്കണ മത്തി ഉണ്ടോ? പിടക്കണ മത്തി മത്തിനുള്ളൂ. എന്ത് നീർനായ പ്രശ്നമില്ല, കടിക്കുവോ? എന്താളെ കടിച്ചു? ഇത് ഹാർബറിനോട് തന്നെ ചേർന്നിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് ഇവർ മീൻ പിടിക്കാനുള്ള വലകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ. അതായത് മീൻ വെട്ടിയ വലകളൊക്കെ ഉണ്ടാവും, അത് കേട് വന്നതൊക്കെ ഇവർ ശരിയാക്കി എടുത്തിട്ട് വീണ്ടും പുതിയതൊക്കെ ഉണ്ടാക്കി മീൻ പിടിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ പോവുക.